ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ മൂകാംബിക ദേവി ശരണം. എൻ്റെ ഈ വീഡിയോ തുടങ്ങുന്നത് കൊല്ലത്ത് നിന്ന് കർണാടകയിലെ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്കുള്ളൊരു യാത്രയാണ്. ഇതുവരെയും മൂകാംബിക ദേവിയെ ആ നടയിൽ ചെന്ന് കാണാൻ ഭാഗ്യം കിട്ടാത്ത, അല്ലെങ്കിൽ ആ ഭാഗ്യത്തിനായി, അമ്മയുടെ ആ ഒരു വിളിക്കായി പ്രതീക്ഷിച്ച് കാതോർത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. 2026 മാർച്ച് 12-ാം തീയതി നടക്കുന്ന രഥോത്സവത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണ് എൻ്റെ ഈ യാത്ര. കൂടാതെ എൻ്റെ ആദ്യത്തെ മൂകാംബിക യാത്രയും കൂടിയാണിത്. മനസ്സിലെ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ അമ്മയുടെ മുമ്പിൽ വയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അമ്മയുടെ മുന്നിൽ ചെന്ന് എൻ്റെ എല്ലാ സങ്കടങ്ങളും ഇറക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ യാത്രയും കൂടിയെന്ന് പറയാം. അപ്രതീക്ഷിതമായി കിട്ടിയ, അല്ലെങ്കിൽ അവിചാരിതമായി എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് ഈ മൂകാംബിക യാത്ര എന്ന് പറയുന്നത്. 10-ാം തീയതി നമ്മൾ പുറപ്പെടുന്നു. 9-ാം തീയതിയാണ് എനിക്കിതിൻ്റെ പോകാൻ ആയിട്ടൊരു അവസരം കിട്ടുന്നത് തന്നെ. എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാനിതിന് കാണുന്നത്. 2 വർഷം മുന്നേയും ഞാൻ മൂകാംബികയിൽ പോകാനായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിയെങ്കിലും അമ്മയുടെ ആ ഒരു വിളി ആ സമയത്ത് എനിക്ക് കിട്ടിയില്ലായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെയാണല്ലോ വിശ്വാസവും. നമ്മളിനി എത്ര സാമ്പത്തികം ഭദ്രതയായാലും നമ്മുടെ സമയവും നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും അമ്മയുടെ ഒരു വിളി വരാതെ നമുക്ക് ആ നടയിലെത്താൻ പറ്റില്ല എന്ന് തന്നെയാണല്ലോ വിശ്വാസം. ഈ വർഷം 2026 മാർച്ച് 1-ാം തീയതി ഞാൻ ആറ്റുകാൽ പൊങ്കാലിട്ട സമയം മുതൽ എൻ്റെ ഉള്ളിൽ എവിടെയോ അമ്മയുടെ ഒരു വിളി ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 10-ാം തീയതി എനിക്ക് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാൻ യാത്ര ആരംഭിക്കാനും അമ്മയുടെ അനുഗ്രഹം ലഭിക്കാനൊക്കെ കാരണമായത്. കൊല്ലത്ത് നിന്ന് മംഗലാപുരത്തേക്ക് ഉള്ള ട്രെയിനാണ്. നമ്മൾ രാത്രി 8:30 കൂടിയാണ് ട്രെയിനിൽ യാത്ര ആരംഭിച്ചത്. പിറ്റേന്ന് രാവിലെ നമ്മൾ മംഗലാപുരത്തേക്ക് എത്തുന്നു. അവിടുന്ന് വീണ്ടും ഒരു 2-2.5 മണിക്കൂർ ട്രെയിനിൽ യാത്രയാണ്. അതിനുശേഷം നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ രാവിലെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെയിറ്റിംഗ് ഏരിയയിൽ നമ്മൾ പേയ്മെൻറ്റ് 30 രൂപ അടച്ചാൽ നമുക്ക് വലിയ തിരക്കും ഒന്നും ഇല്ലാതെ നമുക്ക് ബാത്റൂമും അതുപോലെ കുളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അതുപോലെ കാപ്പി, ചായ, അങ്ങനെയുള്ള പിന്നെ കുറച്ച് സ്നാക്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് തന്നെ ലഭ്യവുമാണ്. വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. 2ാമത്തെ ട്രെയിൻ യാത്രയാണ് അന്നേ ദിവസം തന്നെ. ഏകദേശം ഒരു 1.5 മണിക്കൂറിനകത്ത് വെച്ച് നമുക്ക് അങ്ങോട്ടേക്ക് യാത്രയുണ്ട്. യാത്രയ്ക്ക് ട്രെയിനുണ്ട്. നമ്മൾ ആ ഒരു ട്രെയിൻ യാത്രയിലാണിപ്പോൾ. എന്താ പറയുന്നത്, നമ്മൾ ആ ഒരു കാസർഗോഡൊക്കെ കഴിഞ്ഞ് കർണാടക ഉടുപ്പിയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ തൃശ്ശൂരിനപ്പുറത്തോട്ട് ഒരു ജില്ലയിലോട്ട് പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ലെന്ന് മാത്രമല്ല, പിന്നെ പളനി പോയി, പാലക്കാട്, അങ്ങനെ ആ ഒരു ഏകദേശം ആ ഒരു എന്താ പറയുന്നത് ബോർഡർ വരെയൊക്കെ പോയിട്ടുള്ളതല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ളൊരു ജില്ലയിലേക്ക് ഞാൻ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് കർണാടക ഈ ഒരു സ്റ്റേറ്റിലേക്കൊക്കെ ഞാൻ യാത്ര ചെയ്യുന്നത്, അതും ട്രെയിനിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര കൂടിയാണ് ട്രെയിൻ യാത്ര. നമ്മുടെ കേരളത്തിൽ നിന്നും അന്യം നിന്ന് പോയ പച്ച വിരിച്ച പാടങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തോ മനസ്സിനൊരു കുളിർമ തോന്നി. അതാണ് കേട്ടോ കുറച്ച് കൂടുതൽ വിഷ്വൽസ് ഞാൻ എടുത്തത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അമ്മയുടെ ആ നടയിൽ എത്തിച്ചേരുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ടല്ലേ. നമ്മുടെ കഴിഞ്ഞു പോയ പഴമയുടെ കുറേ ഓർമ്മകളൊക്കെ തരുന്ന കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി. അന്യം നിന്ന് പോകുന്ന കുറേ കുട്ടികൾ കളിക്കുന്നതായാലും, അല്ലെങ്കിൽ ഈ പച്ച വിരിച്ച പാടങ്ങളായാലും, നമുക്ക് കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ എല്ലാവർക്കും അത് മനസ്സിലാവും. നമ്മൾ ആ ഒരു വിഷ്വൽസൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് മൺമറഞ്ഞു പോയി എന്ന് നമുക്ക് തോന്നലുണ്ടാകും. തോന്നൽ മാത്രമല്ല, അത് വാസ്തവം തന്നെയാണ്. അപ്പോൾ ഇത് 2ാമത്തെ ട്രെയിൻ യാത്ര നമ്മൾ ബൈന്ദൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഓട്ടോയിൽ കൊണ്ടിറക്കിയിരിക്കുകയാണ്. ഇത് ബൈന്ദൂർ ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് ഒരു 3-3.5 മണിക്കൂർ നമ്മൾ ബസ് യാത്ര കൂടിയാണ്. ഇവിടുന്ന് നേരെ ചെല്ലുന്നത്, ബസ് നിർത്തുന്നത് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ അടുത്ത് തന്നെയാണ്.
അപ്പോൾ ബസ് യാത്രയുടെ കുറച്ച് വിഷ്വൽസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം വിട്ട് നമ്മൾ പോയതായിട്ടൊരു ഫീലേ നമുക്കുണ്ടാവില്ല. നമ്മൾ കേരളത്തിൽ തന്നെ കുറച്ചധികം ദൂരെ ഏതോ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ബസ് യാത്ര ചെയ്യുന്നത് എന്ന ഒരു എന്താ പറയുന്നത് അനുഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 3.5-4 മണിക്കൂറോളം നമ്മൾ ബസ് യാത്രയൊക്കെ ചെയ്തതേ നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെന്നിറങ്ങിയതും കണ്ടത് കണ്ടോ, ഉണക്ക മുളകൊക്കെ ഇങ്ങനെ വിൽക്കുന്ന കുറച്ച് കച്ചവടക്കാരെയൊക്കെയാണ്. ഇതാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ കവാടം. നമ്മൾ റൂമൊക്കെ എടുത്തു, ഫ്രഷായി. കുറച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് ഒരു 3-4:30 വരെയൊക്കെ നമ്മൾ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി കഴിഞ്ഞ് ഒരു 5-5:30 ആയപ്പോഴത്തേന് നമ്മൾ ഫ്രഷായി ഇറങ്ങി നമ്മൾ സൗപർണികയിലേക്കാണ് വന്നത്. ഈ മാർച്ച് മാസമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ സൗപർണിക നദിയിൽ വെള്ളം കുറവാണ്. അതുപോലെ അവരിങ്ങനെ തട കെട്ടി വെച്ച് വെള്ളം കെട്ടി നിർത്തിയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അവരങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വെറും പാറയും കല്ലും മണ്ണൊക്കെ കാണാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഇവിടെ തന്നെ ഒരു ഗുഹ നമുക്ക് കാണാൻ പറ്റും. എന്താ പറയുന്നത്, ഇതിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി മാത്രമല്ല, അതിൻ്റെ ഒരു സൈലൻസ് എന്ന് പറയുന്നത് നമ്മളെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു അനുഭൂതി കൂടിയാണ്. ഇവിടെ ഒരു ഗണപതി ക്ഷേത്രം തന്നെയുണ്ട്. നമ്മുടെ സൗപർണിക തീരത്ത് തന്നെയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നല്ല കണ്ണിന് കുളിർമ നൽകുന്ന നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് അതേപോലെ അതിനൊത്ത ഒരു വീടും, എന്താ പറയുന്നത്, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ കൂടി കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി അറിയാമെങ്കിൽ നമ്മൾ നേരിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ എന്തായിരിക്കും. അപ്പോൾ ഇതാണ് മെയിൻ റോഡിൽ നിന്ന് സൗപർണികയിലേക്ക് പോകുന്ന റോഡ്. ഇതിൻ്റെ വലത് സൈഡിലേക്ക് പോയാലും നമുക്ക് ആ പറയുന്ന ഗരുഡ ഗുഹയിലേക്ക് പോകുന്ന റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് സമയം നോക്കിയപ്പോൾ ഏകദേശം 6:30-7 മണിയോളം ആവാൻ പോകുന്നു. 6:30 കഴിഞ്ഞു. അപ്പോൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ എല്ലാ പക്ഷികളും കൂടണയുന്ന ആ ഒരു സമയം. കുറച്ച് നേരം നമ്മൾ ആകാശത്തേക്കൊക്കെ നോക്കി അതിൻ്റെ ഒരു വിഷ്വൽസൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ നോക്കി നിന്ന് കേട്ടോ. പക്ഷികളൊക്കെ കൂടണയുന്നതും അതിൻ്റെ ആ ഒരു എന്താ പറയുക ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലിങ്സ് ഇതുവരെ ഇല്ലാത്തൊരനുഭവം. അപ്പോൾ നമ്മൾ 7 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ക്ഷേത്രത്തിന് അകത്തേക്കെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു പരിസരത്തേക്ക് മാത്രം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ ഭക്ഷണം കഴിക്കണമായിരുന്നു. 7:30 ആയപ്പോഴത്തേനും നമ്മൾ അമ്പലത്തിൻ്റെ വെളിയിലൊക്കെ ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് അവിടെ അന്നദാനം 8 മണിയോടുകൂടി ആരംഭിക്കുമെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു 7:30 ആയപ്പോഴത്തേനാണ് നമ്മൾ അകത്ത് ചെന്നത്. ആ സമയത്ത് അവിടെ സ്റ്റേജിൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ അമ്പലത്തിനുള്ളിലും അതുപോലെ തന്നെ നാളെ ഉത്സവത്തിനായി ഒരുങ്ങുന്ന രഥത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ അന്നദാന പുര എന്ന് പറയുന്നത്. കുറച്ച് അതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ നാളത്തേക്കുള്ള രഥത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞതേ. പിന്നെ വരുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ എന്താ പറയുക അടുത്ത് ചെന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നമുക്കും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ആ ഒരു ഇതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നമ്മളെന്താ പറയുന്നത് ഈ ജന്മത്തിലും മുൻ ജന്മങ്ങളിലൊക്കെയുള്ള പാപത്തിൻ്റെ ഒരു മോക്ഷം എന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്ക്. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭൂതിയാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു മനസ്സിന് കിട്ടുന്ന ഒരു തണുത്ത ഒരു സമാധാനം ഉണ്ടല്ലോ. എനിക്കതിനെങ്ങനെ പറയണമെന്നറിയില്ല. ആ ഒരു ഫീലാണ് എനിക്ക് ഈ ഒരു അമ്മയുടെ അകത്തളത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നത്. എനിക്ക് ഇവിടുന്ന് തിരിച്ച് റൂമിലേക്ക് പോകണം എന്നെനിക്ക് മനസ്സിൽ തോന്നലേ ഉണ്ടായിരുന്നില്ല. പിന്നെ നാളെ അമ്പലത്തിനുള്ളിൽ അമ്മയ്ക്ക് നേർച്ചയ്ക്കായിട്ട് കൊടുക്കാനുള്ള പൂത്താലങ്ങളൊക്കെ ഇവിടെ ഒരു കടകളിലൊക്കെ ആയിട്ട് കാണാൻ പറ്റി. ആ ചേട്ടനോട് ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ഇതാണ് രാത്രിയിലത്തെ മൂകാംബിക ദേവി ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തെ കാഴ്ചകളൊക്കെ. പുറത്ത് അതുപോലെ തന്നെ എല്ലാ കടകളിലും ലൈറ്റും അതിൻ്റെ സാധനങ്ങളും എന്താ പറയുക കച്ചവട സാധനങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞ് ഉത്സവത്തിനായിട്ട് ഒരുങ്ങിയ ഒരു പ്രതീതി തന്നെയാണ്. എവിടെ നോക്കിയാലും മൂകാംബിക ദേവിയുടെ നാമങ്ങൾ കേൾക്കുന്നു. മൂകാംബിക ദേവിയുടെ ഫോട്ടോസ്, അതുപോലെ തന്നെ വീടുകളിൽ വയ്ക്കുന്ന സാധനങ്ങൾ, പൂജാ സാധനങ്ങൾ, മാലകൾ, അതുപോലെ തുളസിമാല,
എന്താ നമുക്കത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന കുറേ കാഴ്ചകൾ. അതുപോലെ നമ്മൾ 8 മണിയായപ്പോഴത്തേനും നമ്മൾ ക്യൂവിൽ കയറി അന്നദാനം കഴിക്കാൻ പറ്റി. എന്തോ ഈ ജന്മത്തിൽ എന്ത് ഭാഗ്യം ചെയ്തു എന്നറിയില്ല. അമ്മയുടെ ആ ഒരു അന്നദാനം കഴിക്കാൻ എനിക്കും ഇന്ന് സമയം ഭാഗ്യം കിട്ടി. പിറ്റേന്ന് രാവിലെ നമ്മൾ 5 മണിയോടുകൂടി നമ്മൾ തൊഴുവാൻ വേണ്ടിയിട്ട് അകത്ത് കയറി തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയായി ക്യൂവിൽ നിൽക്കുകയാണ്. എനിക്ക് ഈ സമയം ഇവിടുന്ന് ഉണ്ടായ ഒരു അനുഭവം ഞാനത് എനിക്കത് വിശ്വസിപ്പിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. ഞാൻ അനുഭവിച്ചൊരു അനുഭവം തന്നെയാണത്. ഞാൻ നമ്മുടെ കൂടെയുള്ളവരുടെ കൂടെ നടന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ 2 സൈഡിലും പൂക്കളുടെ താലം വിൽക്കുന്ന കുറേ കച്ചവടക്കാരെ കാണുന്നു. ഞാൻ പറയുന്നുണ്ട് എനിക്കൊരു ഇത് വാങ്ങിക്കണം. വാങ്ങിച്ചോ എന്ന് പറഞ്ഞെങ്കിലും അവർ നിന്ന് സംസാരിക്കുന്നില്ല. അവരിത് പറഞ്ഞിട്ട് മുന്നോട്ട് പോവാണ്. അപ്പം ഞാനിത് വാങ്ങാൻ വേണ്ടി കടയിൽ കയറുന്ന സമയം ഇവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ ആ ഒരു കൂട്ടത്തിൽ എനിക്ക് നടന്ന് എത്താൻ പറ്റില്ല എന്നൊരു ചിന്ത കൊണ്ട് 2 തവണ ഞാൻ പറഞ്ഞു. 2 കച്ചവടക്കാരുടെ അടുത്ത് വന്നപ്പോൾ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. മനസ്സിലുള്ളുകൊണ്ട് പറഞ്ഞു, ഇനി വരുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കാം. അമ്മയ്ക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് എന്തെങ്കിലും ദക്ഷിണയായിട്ട് എന്തെങ്കിലും ഇടാം, വഞ്ചിയിലിടാം, പ്രാർത്ഥിച്ച് തിരുമ്പി മടങ്ങാം എന്നുള്ളത് മനസ്സിൽ വെച്ച് ഞാൻ അവരുടെ കൂടെ ക്യൂവിൽ കയറി. ഈ വിഷ്വൽസൊക്കെ എടുക്കുന്ന സമയത്ത് പോലും എൻ്റെ കയ്യിൽ താലോ പൂക്കളോ ഒന്നുമില്ല. ഞാൻ കൊണ്ടുപോയ കുറച്ച് പൈസ അമ്മയ്ക്ക് കൊടുക്കാമെന്നാണ്. ഈ ഒരു സ്ത്രീയെ കണ്ടോ, ഈ സ്ത്രീയുടെ രൂപത്തിലാണ് ഈ അമ്മ എനിക്ക് ഈ താലത്തിൽ നിറയെ പൂക്കളെനിക്ക് അനുഗ്രഹിച്ചത്. പറയാൻ വാക്കുകളില്ല. എൻ്റെ പിറകിലായിട്ട് ക്യൂവിൽ കയറി നിന്ന ആ ഒരു 40-45 വയസ്സോളം വരുന്ന ഒരു സ്ത്രീയുടെ രൂപത്തിൽ അമ്മ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരെ ക്യൂവിൽ കയറി അമ്മയുടെ നടയിലകത്ത് കയറുന്ന ഒരു സമയത്ത് അവരെൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവർ കുറേ ക്യൂ നീങ്ങാത്തത് കൊണ്ട് അവർ തറയിൽ ചമരം പടഞ്ഞിരുന്നു. അതിനുശേഷം അവർ ക്യൂ നീങ്ങുന്ന സമയത്ത് നീങ്ങി തുടങ്ങിയില്ല. അതിന് മുന്നേ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലേക്ക് താലം തരികയാണ്. താലം തന്നു, ഞാൻ വാങ്ങിച്ചു. എനിക്ക് തോന്നി കൈകുത്തി എഴുന്നേക്കാൻ വേണ്ടിയിട്ടായിരിക്കും, എഴുന്നേറ്റിട്ട് അവർ തിരികെ വാങ്ങുമായിരിക്കുമെന്ന്. എൻ്റെ കയ്യിൽ തന്നിട്ട് അവർ എഴുന്നേറ്റ് ക്യൂവിൽ നിന്ന് ഇറങ്ങി ഒരക്ഷരം പോലും മിണ്ടാതെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വരാമെന്നോ അല്ലെങ്കിൽ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് പിടിക്കാമോ, ഒന്നും ഒരക്ഷരം പോലും മിണ്ടാതെ. അവർ തമിഴ്നാട്ടിൽ നിന്നാണോ കേരളത്തിൽ നിന്നാണോ അതോ കർണാടകയിൽ നിന്നുള്ളവരാണോ ഒരു സ്ത്രീയാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അവരെൻ്റെ കയ്യിലത് ഏൽപ്പിച്ചു. അവരാ ക്യൂവിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഞാൻ അമ്പലത്തിനകത്ത് അമ്മയുടെ നടയ്ക്കകത്ത് കയറുന്ന സമയം വരെ ഞാൻ അവരെ കുറേ നേരം പിന്നിലേക്ക് നോക്കി, കണ്ടില്ല. ഞാൻ എൻ്റെ കൈകൾ കൊണ്ടാണ് അമ്മയ്ക്ക് ആ ഒരു താലം ഞാൻ സമർപ്പിച്ചത്. അമ്മ എൻ്റെ മനസ്സറിഞ്ഞ് എന്നെ അനുഗ്രഹിച്ച് എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാനിപ്പോൾ ഇത് പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു എനിക്ക് പറയാൻ വാക്കുകളില്ല. നമ്മളെന്താഗ്രഹിച്ചാലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ നമുക്ക് തരുന്നൊരമ്മയാണെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ കൂടി എനിക്ക് നിങ്ങളോട് വിശ്വാസത്തോടെ എനിക്ക് പറയാൻ കഴിയും. പിന്നെ പുറത്തുള്ള ചടങ്ങുകൾ കാണാനായിട്ട് നമ്മൾ ഇറങ്ങി. രഥോത്സവത്തിൽ അമ്മയെ എഴുന്നള്ളിച്ച് ആ രഥത്തിലേറ്റി ഒരു നിശ്ചിത അകലം വരെ രഥം വലിച്ചുകൊണ്ട് വരുന്ന ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ പങ്കെടുക്കാൻ പോകുന്നത്. അതോടനുബന്ധിച്ചുള്ള കുറച്ച് ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജനങ്ങൾക്കും ആ വടത്തിൽ വലിക്കുന്നതിൻ്റെ കൂടെ പങ്കുചേരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേർച്ചയെടുത്തവരും അതിനുവേണ്ടി ആഗ്രഹിച്ചവരും അതിനുവേണ്ടി മനസ്സ് നിറഞ്ഞു വന്നവരും എത്രയോ ദൂരങ്ങളിൽ നിന്ന് വന്നവരൊക്കെയാണ് ആ വടത്തിൻ്റെ അടുത്ത് നിന്ന്. കണ്ടോ, പ്രായം ചെന്നവർ തൊട്ട് കുഞ്ഞുങ്ങൾ വരെയാണ് ആ വടത്തിലൊന്ന് സ്പർശിച്ച് അമ്മയെ അതിലെഴുന്നള്ളിക്കുന്ന സമയത്ത് അതോട് ഒന്ന് പങ്കുചേരാനായിട്ട് പല നാടുകളിൽ നിന്ന് വന്നവരാണ് അവർ. അപ്പോൾ നമുക്കും എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്കത് അമ്മയുടെ നടയിൽ നിന്ന് കാണാൻ പറ്റിയതിൻ്റെ സന്തോഷം എനിക്കിപ്പോഴും പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അപ്പോൾ ഈ ഒരു രഥോത്സവത്തിൽ പങ്കുചേരാൻ അമ്മ എന്നെ വിളിച്ചതിൽ അമ്മയോട് ഒരുപാട് നന്ദി, പ്രാർത്ഥനയും മാത്രം. ഇപ്പോഴും അമ്മയുടെ വിളിക്കായി കാത്തിരിക്കുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ വിഷ്വൽസൊക്കെ നമ്മൾ എടുത്തെങ്കിലും എല്ലാം ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിവതും. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു യാത്രയാണ്.
ഒരുപാട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ഒരുപാട് അമ്മയുടെ ഭക്തർ ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ്. അപ്പോൾ കഴിവതും ഞാൻ എന്താണോ കാണുന്നത് അതെനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തി മറ്റുള്ളവർക്കും കൂടി കാണിക്കണം, അല്ലെങ്കിൽ അവർക്കും കൂടി ഒരു ഭാഗ്യം എന്നിലൂടെ, എൻ്റെ ഒരു വീഡിയോയിലൂടെ അവർക്കും ആ ഒരു കാഴ്ച കണ്ട ആ ഒരു ഭാഗ്യം അവർക്കും കൂടി കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫുൾ വിഷ്വൽസ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ ദേ ഇങ്ങനത്തെ കോലങ്ങളും, ഇതിൻ്റെ അടിക്ക് ഒരു മനുഷ്യനാണ് കേട്ടോ. അപ്പം നല്ല വെയിറ്റുള്ള സാധനമാണ്. അപ്പോൾ അവർക്ക് അത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു കലാരൂപങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് വേറൊരു എന്താ പറയുന്നത്, പറയാൻ വാക്കുകളില്ല, വേറൊരു ലോകത്ത് തന്നെയാണ് നമ്മൾ ആ നടയിൽ നിൽക്കുന്നെങ്കിലും. നല്ല വെയിലടിക്കുന്നുണ്ട്. അതുപോലെ നമ്മളതെല്ലാം കണ്ടിറങ്ങി. അതിനുശേഷം റോഡ് സൈഡിൽ കുറേ ടീംസ് ഫുഡ് എന്താ പറയുന്നത്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. തൈര് സാദം, അതുപോലെ ബട്ടർ മിൽക്ക്, തൈര്, പായസം, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വെയിലും കൂടിയാണ്, അതുപോലെ കുടിക്കാനുള്ള ജ്യൂസസ് എല്ലാം. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. നമുക്ക് 6 മണിക്കാണ് റിട്ടേൺ ട്രെയിൻ ഉള്ളത്. ഏകദേശം നമ്മൾ 1 മണി 1:30 ആയപ്പോഴത്തേനും നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയ സമയം തന്നെ നമ്മൾ ബൈന്ദൂരിൽ നിന്ന് വന്നിറങ്ങിയ ആ ബസ് സ്റ്റോപ്പിൽ മംഗലാപുരത്തേക്കുള്ള ബസ്, അതായത് നമ്മൾ അപ്പോൾ നമ്മുടെ ട്രെയിൻ 6:30ക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്